ഇത് ഇതിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് പണി പഠിക്കുന്നതാ. പിന്നെ പണി കണ്ടുപിടിക്കാനേ ഇവിടെ വണ്ടികളുടെ അങ്ങ് ആറാട്ടല്ലയോ. ആ പടം ഒരു ഉണക്ക സ്റ്റിയറിംഗും ഉണ്ട്. മാമൻ അതിനകത്തിട്ട് അയ്യടേ, ഇത് നിന്റെ പഴയ പല്ലവിയല്ലേ, ഇതൊന്ന് മാറ്റിപ്പിടിയടാ. എടാ അങ്ങോട്ട് നോക്ക്, ഒരു കാലത്തുണ്ടല്ലേ തുരുമ്പെടുക്കാൻ വേണ്ടി കുറെ ആൾക്കാരെ നിർത്തിയിരുന്നല്ലേ ചേച്ചി പാടി കളഞ്ഞിട്ട്. നോക്ക്, ആൾക്കാരെ വെച്ചാണ് നമ്മുടെ പണി ചെയ്തിട്ടുള്ളത്. ആണോ? അറിയാം എത്ര വണ്ടി നിറയെ അവിടെ നിരന്ന് കിടന്നത്. വേറെ ജോലിക്കാർ വെച്ച് പണി പിന്നല്ലാതെ അന്ന് പണി കിട്ടി കാണും മാമൻ. കാരണം പണി അറിയാവുന്ന ജോലിക്കാരായിരിക്കും. നീ എന്നെ വേല വെച്ചല്ലേ, എപ്പ നോക്കിയാലും എന്നെ ഒരു കുറ്റാൻ പറച്ചില്ലേ. അപ്പു, ഈ വർക്ക്ഷോപ്പ് തുടങ്ങണേന് പകരം വല്ല ഹോട്ടലോ ബേക്കറിയോ വല്ല തുടങ്ങിയിരുന്നെങ്കിൽ ഇപ്പൊ രക്ഷപ്പെട്ടു പോയേനായിരുന്നു. എന്തോ നിന്റെ അനിയത്തി പിങ്കി ഇവിടെ ഉള്ളപ്പോഴാ ഭഗവാനെ ഞാൻ എന്നതിന്റെ എന്റെ കട്ടായും പടം മടക്കിയേനെ. അതെ, തീറ്റയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇന്ന് രാത്രി ഇടിയപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന് എന്ത് കറി വേണോന്ന് അമ്മ ചോദിച്ചു. ചിക്കൻ മാമനോടല്ല ചോദിക്കാൻ പറഞ്ഞ്, മാമിയോടാണ് ചോദിക്കാൻ പറഞ്ഞു. അതെ, നിന്റെ അമ്മയാ? നേരിട്ട് ചോദിക്കാനുള്ള മടി കാരണം കൊണ്ട് എന്നെ കൊണ്ട് ചോദിപ്പിച്ചതാ. ചിക്കൻ മതി എന്ന് പറഞ്ഞ മക്കളെ, അവൾ ഇങ്ങനെ നിന്റെ അടുത്ത് പെരുമാറുമെങ്കിൽ നോക്കെ ആള് പാവോണ്. ആ പറയണ നേരത്തെ മാത്രമേ ഉള്ളൂ. സത്യമാടി, നമുക്ക് ഇത്രയും തലയുണ്ടെങ്കിലും അതിനകത്തൊന്നുമില്ല. അതെനിക്കറിയാം. ഈ കാണിക്കണ ദേഷ്യമൊക്കെ ഉള്ളൂ. അല്ലെ, എന്നോട് ഇങ്ങോട്ട് ചോദിച്ചതല്ലേ, എന്നാ പിന്നെ പറയാല്ലേ. മുട്ടക്കറി മതി. മുട്ടക്കറി മതിയല്ലോ, പറയാലോ. ശരി മക്കളെ പറഞ്ഞു. എന്നാലും മാക്കോ സത്യമാണോ? അവൾ ഉണ്ടാക്കി പറഞ്ഞായിരിക്കും. മക്കളെ ഞാൻ പറഞ്ഞില്ലേ, അവള് പാവോണ്. ഈ പറയണ നേരത്തെ ഉള്ളൂ. സത്യമായിരിക്കും. അവൾ അങ്ങനെയൊക്കെയുള്ള ഒന്ന് പറയില്ല. പിന്നെ അമ്മ, അതെ രാത്രിയെ ഇടിയപ്പത്തിന്റെ കൂടെ എന്താണ് കറി? നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കിയാലോ? ഞാൻ കടലക്കറി ഉണ്ടാക്കാൻ വേണ്ടി കടല വെള്ളത്തിട്ട്. കടല വേണ്ട അമ്മ, മുട്ടക്കറി മതി. മുട്ടക്കറി ഞാൻ നാളെ ഉണ്ടാക്കിത്തരാം. ഇന്നിപ്പോ കടലക്കറി. അയ്യോ അമ്മ, എനിക്ക് ഇന്ന് മുട്ടക്കറി വേണം. എന്തുവാടി നീ പെങ്കിയെ പോലെ ആവുന്ന? അത് വേണം ഇത് വേണം എന്ന് പറയാൻ തുടങ്ങി. എനിക്ക് എന്ത് പറ്റി? അമ്മ, മുട്ടയിലാകുമ്പോ പ്രോട്ടീൻ ഉണ്ട്, അതുകൊണ്ട് അത് കഴിക്കാൻ. ഞാൻ 3 മുട്ട പുഴുങ്ങി തന്നാ പോരെ? എന്നും ഞാൻ പുഴുങ്ങിയതല്ലേ കഴിക്കുന്നത്. ഇതാകുമ്പോ കുറച്ച് മസാലയും സ്പൈസി ഒക്കെ ആയിട്ട്. എന്തുവാടി ചുമ്മാ അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ് പറയുന്നേ? മുട്ടക്കറിയിൽ എനിക്കല്ലേ കൂടോത്രം ചെയ്തു ആരെങ്കിലും? ഒരു ദിവസത്തേക്ക് മാത്രം. എന്തുവാടി പെണ്ണെ, കടലക്കറിക്ക് വെള്ളം ഇട്ടല്ലേ? ആ കടല നമുക്ക് പുഴുങ്ങിയിട്ട് എന്തെങ്കിലും മറ്റേ ഇതൊക്കെ ഇട്ട് കടുവൊക്കെ വറുത്തിട്ട് ചുണ്ടലാക്കാനാ? അങ്ങനെ ഇരട്ടിപ്പണി ഉണ്ടാക്കി തരണം നോക്ക് പെണ്ണെ. ഞാൻ ഉണ്ടാക്കാം. ശരി, ഉണ്ടാക്കാലോ. ഓ ഉമ്മ. പിന്നെ അമ്മ, മാമി ചോദിച്ചു അമ്മയ്ക്ക് സാരിയാണോ ചുരിദാറാണോ കൂടുതൽ ഇഷ്ടം? അവളെന്തിനാ അങ്ങനെ ചോദിച്ചത്? അത് മാമി കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഇതുവരെ അമ്മയ്ക്ക് ഒന്നും എടുത്തുതരാൻ പറ്റിയില്ലല്ലോ. അപ്പൊ അവരിന്ന് പുറത്തു പോകുന്നു ഡ്രസ്സ് എടുക്കാനായിട്ട്. അമ്മയ്ക്ക് എന്താ വേണ്ടേന്ന് ചോദിക്കാം. എനിക്കൊന്നും വേണ്ട, അവളെ സാരിയും വേണ്ട, ഒരു തുണിയും വേണ്ട. ഇവിടെ തുണി കൊടുക്കാല്ലേ കിടക്കണം. അങ്ങനെ പറയല്ലേ അമ്മ, മാമന്റെ മുഖം കരുതിയെങ്കിൽ എന്തെങ്കിലും പറ. എനിക്ക് വേണ്ട സാധനം. പിന്നെ മാമിയെ മൈൻഡ് ചെയ്യണ്ട, മാമൻ പാവല്ലേ. മാമ ഇഷ്ടം പോലെ സാധനം എനിക്ക് വാങ്ങിച്ചത്. ഇനിയിപ്പോ അവളുടെ ഇതും കൂടെ ചേർത്ത് എനിക്ക് വക്കാലത്ത് ചേർത്ത് വാങ്ങിക്കണ്ട. അതല്ല അമ്മ, അതല്ല. അതല്ല കല്യാണം കഴിഞ്ഞ് എന്തായാലും ഇങ്ങോട്ട് ആയില്ല, ഇനിയിപ്പോ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ. ഒരുപാട് കാര്യങ്ങൾ ചെയ്യണ്ട, അതല്ലേ ഞാൻ ചെയ്തോണ്ടിരിക്കണേ. ഇതെന്തെങ്കിലും ഒന്ന് പറ പ്ലീസ് പ്ലീസ് പ്ലീസ്. അത്ര നിർബന്ധം നമുക്ക് തോന്നിട്ടുണ്ട്. എന്നോട് ചോദിക്കണം എന്തിന്? ഓ പിന്നെ നമ്മളത് ചോദിച്ചു നമ്മുടെ ഇഷ്ടത്തില് വാങ്ങിക്കണം. പാടെ വിടുന്നു. ഒന്ന് ചൂടാക്കിയെങ്കിൽ കൊള്ളായിരുന്നു. എണ്ണ മകളെ അവരെ വഴക്ക് എന്തരായി ഒത്തിരിപ്പുണ്ടാക്കിയാ നീ? അതെ, ഞാൻ 2 പേർക്കും ഒരു ചൂണ്ടിട്ടിട്ടുണ്ട്. മിക്കവാറും അതിലവര് കൊത്തും. അങ്ങനെയാണെങ്കിൽ ഒരാഴ്ചക്കകം ഞാൻ 2 പേരെയും ഒന്നിപ്പിക്കും. മണിക്കൂട്ടനെ എന്റെ അടുത്ത് ചോദിച്ചോണ്ട് നടക്കണേ എന്തിനായി മകളെ. ഇതേ അടുപ്പി കൊണ്ടുവച്ച് ചൂടാക്കി കൊണ്ടുവരൂ. ഓ അത്രയുള്ള കാര്യപ്പുറത്തോ? ഇതിൽ എണ്ണ പുറത്തായെന്ന് തോന്നുന്നു. ഞാൻ അപ്പു എണീക്കണ്ട, ഞാൻ പോയി ഒരു തുണി എടുത്തിട്ട് വരാം. പയ്യെ പോണം. മാമ എന്താ പരിപാടി?
അപ്പോ ഇടി അയ്യോ എന്റെ അമ്മേ. എന്ത് പറ്റി എന്നെ മനഃപൂർവ്വം കൊല്ലാനായിട്ട് ഇവിടെ ആരും എന്നെ എടുത്ത് തേച്ച് എന്നാ? എന്നെ ഞാൻ ഇരിക്കട്ടെ മാമാ. അയ്യോ അയ്യോ ഇതെപ്പോഴേ ഇതെന്റെ പെങ്ങളെ വീഴ്ത്താൻ വേണ്ടി ആരോ ചെയ്ത പണിയാ. എനിക്കറിയാം മാമ, എന്നോട് ശത്രുതയുള്ള ഒരാളല്ലേ ഉള്ളൂ ഈ വീടാ. എന്താക്കി എന്തൊരു അഭിനയം, ഒന്നും അറിയാത്ത പോലെ എന്നെ കൊല്ലാൻ വേണ്ടി ഇവിടെ എന്നെ വാരി ഒഴിച്ച് ഞാൻ വീടപ്പോ സമാധാനമല്ലോ നിനക്ക്. ഞാനോ? എനിക്കെന്ത് കാര്യം ഇരിക്കുന്നു? എന്റെ പെങ്ങളെ അവളായിരിക്കത്തില്ല, അവൾ അങ്ങനെ ചെയ്യത്തില്ല. നിങ്ങൾ ഭാര്യ അല്ലെങ്കിൽ നിങ്ങളായിരിക്കും ചെയ്തത് ഭാര്യയ്ക്ക് വേണ്ടിട്ട്. അതെ അതെ, ഞാൻ ഒരു SI ആണ്. ഇത്ര തരം താണ പരിപാടിയൊന്നും ഞാൻ ചെയ്യത്തില്ല. SI ആണെങ്കിൽ ക്രിമിനൽ ബുദ്ധിയാന്ന് ഇപ്പഴല്ലേ മനസ്സിലായത്. ഈ മാമിയല്ല ചെയ്തത്, എന്റെ കയ്യിൽ നിന്നാണ് വീണത്. ഓഹോ, ഇന്നലെ കയറി വന്ന മാമിയെ ന്യായീകരിക്കാൻ വേണ്ടി സ്വന്തം ഒരു കുറ്റം ഏറ്റെടുത്തു. അയ്യോ എന്റെ പൊന്നു മക്കളെ, അവളെ കയ്യിൽ നിന്ന് വരുന്നതാണ്. ചൂടാക്കാൻ വേണ്ടി തന്നത് എണ്ണ. സത്യമായിട്ടും സത്യമായിട്ടും ഞാൻ മാമനോട് ചോദിച്ചാ ഇല്ലല്ലോ. ഞാൻ കണ്ട കാര്യമല്ലേ മക്കളെ പറഞ്ഞത്. തുടയ്ക്കാൻ വേണ്ടി ഞാൻ ടൗല് കൊണ്ടുവന്നേ. ഒന്നും പറയണ്ട, എനിക്ക് മനസ്സിലായി നിങ്ങൾ എല്ലാരും ഒറ്റക്കെട്ടാണ്. ഇപ്പൊ ഞാൻ ശത്രു ഞാനാണല്ലേ. എനിക്ക് എന്ത് കാര്യം ഇരിക്കണു? നിനക്ക് അതിന്റെ ആവശ്യമുള്ളൂ. അയ്യോ എന്തൊരു സഹതാപം, നിങ്ങൾ വെറും അഭിനയം. നിങ്ങൾക്ക് ഭാര്യയെ കിട്ടിക്കഴിഞ്ഞപ്പോ പെങ്ങളൊന്നും വേണ്ട. ആങ്ങള ഇതെന്റെ ഭർത്താവാ. എന്റെ ഭർത്താവിനെ ദേഷ്യപ്പെടേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. ഓഹോ, എന്ന് മുതലായത്? ഇന്നലെ മുതലാണ് ഭർത്താവായത്. ഇങ്ങനെ ഞാൻ ജനിച്ച കാലം തൊട്ട് എന്റെ ആങ്ങളെയാ. അല്ല പെങ്ങളെ അത് ശരിയാണ്, എന്നാലും കല്യാണം കഴിഞ്ഞപ്പം ഭർത്താവായല്ലോ. അതെ, ഭർത്താവായപ്പോ പിന്നെ പെങ്ങള് വേണ്ടല്ലോ. അല്ല പെങ്ങള് വേണമല്ലോ. എന്തായാലും എനിക്ക് മനസ്സിലായി, ഇതിന് ഞാൻ എന്തെങ്കിലും പരിഹാരം കണ്ടിട്ട്. പക്ഷെ എനിക്ക് ഇപ്പൊ വയ്യ, ഞാൻ അതോട് പോയി കിടക്കട്ടെ. ഞാൻ വെച്ചിട്ടുണ്ട്. എന്നാ ഒരു കാര്യം കേട്ടോ, നിന്നെ വീഴ്ത്തി നടു ഓടിക്കാനായിട്ട് ഞാൻ മനഃപൂർവ്വം ചെയ്തതാ. നീ പോയി കേസ് കൊടുക്ക്. കണ്ടോ 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 കണ്ടോ, പുറത്തു വന്നു കണ്ടോ? മനസ്സിലിപ്പോ പുറത്തു വന്നുണ്ടോ? അവളെ സമയം കുറ്റസമ്മതം നടത്തിയില്ലേ, നിനക്ക് മനസ്സ് വന്നില്ലല്ലേ? ഉള്ള കാര്യം പറഞ്ഞേ, ഞാൻ ഇവിടെ തള്ളിയിടാൻ വേണ്ടി മനഃപൂർവ്വം എണ്ണ വെച്ചതാ. എന്തിനാ മാമി കള്ളം പറയണേ? ഇത് വെറുതെ നല്ല പറയുന്നത്, മനസ്സിലുള്ള കാര്യം പുറത്ത് വന്നതാണ്. സത്യമായിട്ട് പുറത്തു വരും. അയ്യോ ദേഷ്യം വന്നിട്ട് ഓരോന്ന് മാമി വിളിച്ച് പറയുന്നതാണ്. ഞാനാണ് ചെയ്തത്. ഞാനേ എണിച്ച് നടക്കാറാവട്ടെ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. നീ പയ്യെ പോ. അയ്യോ എങ്ങനെ സഹിക്കുന്നോ? അതെ നീ തന്നെയാണോ എന്നെ ഒഴിച്ചത്? അതെ ഞാൻ തന്നെയാ. വേണമെങ്കിൽ നിങ്ങളെ തള്ളിയിടിഞ്ഞ